സഹോദരി സഹോദരന്മാരെ, കാരണവന്മാരെ, നല്ല ഒരു ഘടനയോടുകൂടിയാണ് പടച്ച തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ നമുക്ക് സൃഷ്ടാവിനോടുള്ള ബാധ്യത പോലെ തന്നെ സൃഷ്ടികളോടും ബാധ്യതയുണ്ട്. സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ച ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കുന്നത്. അതുപോലെ നമ്മളെ സൃഷ്ടികളോടുള്ള ബാധ്യതയാണ് നമ്മൾ ഈ രോഗി പരിചരണം പോലുള്ളത്. അത് ഞാൻ വ്യക്തിപരമായി ഒരു രോഗിയെ പരിചരിക്കുന്നതല്ല, ഞാനും സഹപ്രവർത്തകരും കൂടി ഒരു സംഘടന രൂപീകരിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൽ ഞാനൊരു നിമിത്തം മാത്രമാണ്. അതിൽ ഞാൻ ഈ ഭൗതിക ലോകത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്, ഒരു പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ടല്ല. പക്ഷേ ജലീൽ മൗലവിയെ പോലുള്ള ചിന്തിക്കുന്ന മനുഷ്യർ എൻ്റെ ആ സേവനം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഉപഹാരമായതുകൊണ്ട് ഞാനത് നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. ഈ ഉപഹാരം നൽകിയ സിയാറ ഹജ്ജ് ആൻഡ് ഉംറ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളോടും ഇത് നൽകിയ അഹമ്മദ് ദിറാർ അവർകളോടും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എബി അബ്ദുൽ ജലീൽ മൗലവിയും ഞങ്ങളും കൂടെ ഒമാനിലുള്ള വളരെ പുണ്യസ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാൻ വേണ്ടി എനിക്കൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തോടൊന്നുള്ള യാത്ര വളരെ ഒരു നല്ല അനുഭവമായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ട ചരിത്ര പശ്ചാത്തലങ്ങൾ മുതൽ അത് വിവരിച്ചു തരുന്നതിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആരെയും ചിന്തിപ്പിക്കുന്ന തരത്തിൽ പെട്ടെന്ന് നമുക്ക് ആ പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകിപ്പോവും. അങ്ങനെ നമുക്ക് ഒരു പരലോക ചിന്ത ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ എനിക്കും അങ്ങനെ ഭാഗ്യമുണ്ടായി. അതുപോലെ ഭാഗ്യം ഉണ്ടാക്കി തന്ന അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പടച്ച തമ്പുരാനോടും നന്ദി പറയുകയാണ്. പിന്നെ ഈ പരിചരണത്തെക്കുറിച്ച് പറയുന്നത്, ഇതൊരു ചികിത്സയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന പ്രധാന 2 സംഭവങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകോത്തര ശാസ്ത്രജ്ഞനും മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം മേഘാലയയിൽ ഷില്ലോങ് എന്നൊരു സ്ഥലത്ത് വിദ്യാർത്ഥികളുമായി ഒരു പ്രബന്ധം അവതരിപ്പിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതം വരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. ഇത് ഒരു സംഭവം. പിന്നീട് നടന്നത് അരുണ ഷാൻബാഗ് എന്നൊരു നേഴ്സിൻ്റെ കിടപ്പിലായ അവരുടെ ഒരവസ്ഥയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു ഹാഫ് പേജ് മുഴുവൻ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ കർണാടകയിൽ ജനിച്ചു. ജീവിതത്തിലെ ഉയരങ്ങൾ തേടിക്കൊണ്ട് അവർ ബോംബെയിലേക്ക് യാത്ര പോവുകയാണ്. ഒരു വണ്ടി കയറി ഒരു യാത്ര പോയി അവിടെ KEM ആശുപത്രിയിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാം. അവരുടെ ആ നല്ല സർവീസ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിവാഹം ചെയ്യാൻ അവിടുത്തെ ഒരു ഡോക്ടർ തയ്യാറാവുന്നു. അദ്ദേഹം അത് തയ്യാറായി കല്യാണ നിശ്ചയം വരെ നടത്തിയ സമയത്താണ് അവിടുത്തെ ഒരു സ്റ്റാഫ്, ഒരു തൂപ്പുകാരനായ ഒരു സ്റ്റാഫ് ഇവരെ പൈശാചികമായ രീതിയിൽ മൃഗീയമായി അവരെ പീഡിപ്പിച്ചു. അതായത് നായയുടെ കഴുത്തിലിടുന്ന ഒരു ചങ്ങല കഴുത്തിൽ മുറുക്കി അവരെ പീഡിപ്പിച്ചു. പീഡിപ്പിച്ച് അവരുടെ ഈ ഞരമ്പുകൾ, തലച്ചോറിലുള്ള ഞരമ്പുകൾ കട്ടായി അവർ ബോധമില്ലാത്ത ഒരവസ്ഥയിൽ കിടന്നു. കിടപ്പ് അവർ 42 വർഷം കിടന്നു. ഈ 42 വർഷം അവർക്ക് നടത്തിയ ചികിത്സ എന്ന് പറയാൻ പറ്റില്ല. അന്ന് നടന്നത് ഒരു പരിചരണമാണ്. കാരണം അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, കാഴ്ചയില്ല, കേൾവിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പരസഹായമില്ലാതെ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ചു. ഈ 42 കൊല്ലം വരെ അവർ ജീവിച്ചു എന്ന് പറയുന്നത് ഒരു സംഭവം. ഈ 2 സംഭവങ്ങളിലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കാരണം നമുക്ക് മരണം പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. ശാസ്ത്രജ്ഞനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പോലും അദ്ദേഹത്തിൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമായിരുന്നു കഴിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അത് നമ്മുടെ മനുഷ്യന് അത്രയേ പരിമിതിയുള്ളൂ. അതുപോലെ തന്നെ അരുണ ഷാൻബാഗ് 42 കൊല്ലം കിടപ്പിൽ കിടന്നു. തിരിഞ്ഞൊന്ന് കിടക്കാൻ വയ്യാതെ, മറിഞ്ഞൊന്ന് കിടക്കാൻ വയ്യാതെ കിടത്തം അതേപോലെ കിടന്നെങ്കിൽ ഈ KEM ആശുപത്രിയിൽ ഇന്ന് ഈ ബോംബെയിലുള്ള ഏറ്റവും നല്ല വൈദ്യശാസ്ത്ര രംഗത്ത് പ്രശസ്തമായ KEM ആശുപത്രിയിൽ രോഗിയെ ജീവിതത്തിലേക്ക്, നേഴ്സിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അതിനും പരിധിയുണ്ട്. കാരണം ചികിത്സയുടെ പരിമിതി അത്രയേ ഉള്ളൂ. പിന്നീടുള്ളതാണ് ഞങ്ങളൊക്കെ നടത്തുന്ന ഈ പാലിയേറ്റീവ് കെയർ പോലുള്ള സേവനങ്ങൾ. സേവനത്തിന് പരിധിയില്ല. ജീവിതാന്ത്യം വരെ മനുഷ്യൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വെടിയുന്നത് വരെ നമ്മൾ പരിചരണം നമ്മൾ നടത്തേണ്ടത് നമ്മുടെ ഒരു സാമൂഹിക ബാധ്യതയാണ്.
അത് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അതുപോലെ നിങ്ങളൊക്കെ ഉംറ ചെയ്യാൻ പോകുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവിടെ രോഗം കൊണ്ട് കഠിന വേദന അനുഭവിക്കുന്ന രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെയും കൂടി ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇതുപോലെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.